Once again, all of you, welcome back to my YouTube channel. My name is Adra. So today we are going to continue the third chemistry chapter of CBSE class 9 students, and our chapter name is Atoms and Molecules. Yesterday we discussed the introduction portion of our chapter. So today we are going to discuss the continuation of the same chapter, and today we are going to discuss ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ എന്നൊരു ടോപ്പിക്കാണ്. ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. സോ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷനെ പറ്റി ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ, അപ്പോൾ അത് പ്രപ്പോസ് ചെയ്തത് അന്റോണി ലോറൻ ലാവോസിയർ ആണ് എന്ന കാര്യം വരെ നമ്മൾ ഇന്നലെ പറഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ എന്ന് പറയുമ്പം കെമിക്കൽ സയൻസിന് കൃത്യമായ ഒരു ഫൗണ്ടേഷൻ നൽകിയ രണ്ട് ലോസിനെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത്, ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷനിൽ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ്. എന്തെന്ന് പറയുന്നത്, ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷനിൽ വരുന്ന ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അപ്പം ലോസ് ഓഫ് കൺസർവേഷൻ ഓഫ് മാസുമായി ബന്ധപ്പെട്ട് നമുക്ക് ടെക്സ്റ്റിൽ 1.25 ഗ്രാം കോപ്പർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്താണ് കൺസെപ്റ്റ് എന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ കരുതുക, ഒരു 5 ഗ്രാം സോൾട്ടും 5 ഗ്രാം ഷുഗറും നിങ്ങൾ മിക്സ് ചെയ്തു. ഓക്കെ, 5 ഗ്രാം ഷുഗറും, ഇപ്പം 5 ഗ്രാം ഷുഗറും പ്ലസ് 5 ഗ്രാം എന്തും കൂടെ സോൾട്ടും കൂടെ നിങ്ങൾ മിക്സ് ചെയ്തു. ഓക്കെ, ഇത് രണ്ടും തങ്ങളിൽ അങ്ങ് മിക്സ് ചെയ്തു. അപ്പം ഇത് രണ്ടും കൂടി ചേർന്ന് എത്ര ഗ്രാം ഒരു പ്രോഡക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്? അപ്പം 5 ഗ്രാം ഷുഗറും ഉണ്ട്, 5 ഗ്രാം സോൾട്ടും ഉണ്ട്. അപ്പം ഇത് രണ്ടും കൂടെ കൂടി ചേരുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 10 ഗ്രാം പ്രോഡക്റ്റ് ആണ് നമുക്ക് അവിടെ കിട്ടേണ്ടത്, അല്ലെ? 5 ഗ്രാം ഷുഗറും 5 ഗ്രാം സോൾട്ടും കൂടി ചേരുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്തായാലും എത്ര ഗ്രാം ഉണ്ടായിരിക്കും? 10 ഗ്രാം ഉണ്ടായിരിക്കും. ഈ 10 ഗ്രാം എന്നതിൽ യാതൊരു ചേഞ്ചും വരാൻ പോകുന്നില്ല. 10 ഗ്രാം കൂടി 11 ഗ്രാം ആയിട്ട് മാറുമോ? ഇല്ല. ഈ 10 ഗ്രാം കുറഞ്ഞ് 9 ഗ്രാം ആയിട്ട് മാറുമോ? അങ്ങനെയും സംഭവിക്കത്തില്ല. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ മാസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. മാസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നിർമ്മിക്കാനും സാധിക്കില്ല, നശിപ്പിക്കാനും സാധിക്കില്ല. ഓക്കെ, മാസിനെ ഒരിക്കലും നമുക്ക് ഒരു കെമിക്കൽ റിയാക്ഷനിലൂടെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധിക്കാത്തൊരു വസ്തുവാണ് എന്തെന്ന് പറയുന്നത്, മാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതാണ് ഏത് ലോ എന്ന് പറയുന്നത്, ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷനിൽ വരുന്ന ഫസ്റ്റ് വൺ ആയ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. മാസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. മാസിനെ നമുക്ക് ഒരിക്കലും നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല. അതായത് 5 ഗ്രാം ഷുഗറും 5 ഗ്രാം സാൾട്ടും നമ്മൾ മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഉറപ്പായിട്ടും എത്ര കാണും? 10 ഗ്രാം തന്നെ കാണും. അതിൻ്റെ ഒരു എമൗണ്ട് ഇപ്പോൾ 10 കൂടി 11 ആവുകയോ അല്ലെങ്കിൽ 10 കുറഞ്ഞ് 9 ആവുകയോ എന്ന ഒരു കാര്യം അവിടെ സംഭവിക്കത്തേയില്ല. എത്ര ഗ്രാം നമ്മൾ എടുത്തിട്ടുണ്ടോ അത് തന്നെ നമുക്ക് എവിടെ കിട്ടും? പ്രോഡക്റ്റ് സൈഡിൽ കിട്ടും. ആ ഇതിൽ യാതൊരു മാറ്റവും വരുന്നില്ല. മാസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും എന്ന് പറയുന്ന നിയമമാണ് എന്തെന്ന് പറയുന്നത്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്നതിൽ പറയുന്നത്. ഇനി സെക്കൻഡ് വൺ ആണ് ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രപ്പോർഷൻ. സെക്കൻഡ് ലോ എന്ന് പറയുന്നതാണ് ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രപ്പോർഷൻ. ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രപ്പോർഷൻ അല്ലെങ്കിൽ മറ്റൊരു പേരുണ്ട് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ. രണ്ടും ഒന്ന് തന്നെയാണ്. ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രപ്പോർഷന്റെ മറ്റൊരു പേര് മാത്രമാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. ഈ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ അല്ലെങ്കിൽ ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രപ്പോർഷൻ അത് നമുക്ക് അതിന്റെ കൃത്യമായ ഡെഫിനിഷൻ തന്നത് ജോസഫ് എൽ പ്രോസ്റ്റ് ആയിരുന്നു. അപ്പം ഇതെന്താണ്? ഇപ്പം നമ്മൾ പറഞ്ഞിരുന്നു ഇവർക്ക് ക്യൂരിയോസിറ്റി ഉണ്ടായി, അല്ലേ? എലമെന്റ്സ് ഒക്കെ കമ്പൈൻ ചെയ്ത് കോമ്പൗണ്ട്സ് ആയിട്ട് മാറുന്നു. അപ്പം ഈ സയന്റിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ അന്റോണി ലോറൻ ലാവോസിയറിനൊക്കെ കണ്ടെത്താൻ സാധിച്ചു 2ൽ കൂടുതൽ എലമെന്റ്സ് കമ്പൈൻ ചെയ്തിട്ട് എന്താകുന്നുണ്ട്, കോമ്പൗണ്ട്സ് ആയിട്ട് മാറുന്നുണ്ട് എന്ന് അവർ കണ്ടെത്തി. ഇനി
ഈ എലമെന്റ് കൂടി ചേർന്ന് ഫോം ചെയ്യുന്ന കോമ്പൗണ്ട് എന്നത് ഫോർ എക്സാമ്പിൾ വാട്ടർ. ഓക്കെ, ഫോർ എക്സാമ്പിൾ വാട്ടർ. ഈ വാട്ടറിനകത്ത് ഏതൊക്കെ എലമെന്റ്സ് ഉണ്ട്? വാട്ടറിന്റെ ഫോർമുല എന്താണ്? H2O എന്നതാണ് വാട്ടറിന്റെ ഫോർമുല, ആണല്ലോ, H2O. അപ്പൊ ഇതിനകത്ത് 2 എലമെന്റ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഓക്സിജൻ. അപ്പം 2 എലമെന്റ്സ് കൂടി ചേർന്ന് ഫോം ചെയ്യുന്നതിനെ, അല്ലെങ്കിൽ 2 എലമെന്റ്സ് കൂടി ചേർന്ന് ഫോം ചെയ്യുന്നതാണ് എന്തെന്ന്, അല്ലെങ്കിൽ 2ൽ കൂടുതൽ എലമെന്റ്സ് കൂടി ചേർന്നാലും എന്ത് തന്നെ ഫോം ചെയ്യുന്നത്? കോമ്പൗണ്ട്സ് ഫോം ചെയ്യും. ഇവിടെ 2 എലമെന്റ്സ് ആണ് കൂടി ചേർന്നിരിക്കുന്നത്. ഏതൊക്കെയാ? ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്ന് എന്ത് ഫോം ചെയ്തു? വാട്ടർ എന്നൊരു പ്രോഡക്റ്റ് ഫോം ചെയ്തു, അല്ലെ? അപ്പം ഇതാണ് എന്ത്? വാട്ടറിന്റെ ഫോർമുല എന്ന് പറയുന്നത്. ഇനി ഈ വാട്ടറിന്റെ ഫോർമുലക്കകത്ത് എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ ആണുള്ളത്. എത്ര ഓക്സിജൻ ഉണ്ട്? 1 ഓക്സിജനുമാണ് ഉള്ളത്. ഇനി ഈ ഹൈഡ്രജനും ഓക്സിജനും തങ്ങളിൽ കൂടി ചേർന്നതിന് കൃത്യമായൊരു പ്രപ്പോർഷൻ അല്ലെങ്കിൽ ആനുപാതം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അത് ഉണ്ട് എന്ന് ആര് കണ്ടെത്തി? ജോസഫ് എൽ പ്രോസ്റ്റ് കണ്ടെത്തി. ഹൈഡ്രജന്റെ മാസ് നമ്പർ നിങ്ങൾക്ക് അറിയാവോ? ഹൈഡ്രജന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പം ഒരു മാസുള്ള എത്ര ഹൈഡ്രജൻ ഇവിടെ ഉണ്ട്? 2 എണ്ണം. അപ്പൊ ടോട്ടൽ എത്ര ആയി മാസ്? 1 × 2 എത്ര ഓക്സിജൻ ഉണ്ട്? ഒരെണ്ണമേ ഉള്ളൂ. ഓക്സിജന്റെ മാസ് എത്ര ആണ്? 16. അപ്പൊ നമുക്കത് തങ്ങളുള്ള റേഷ്യോ എന്ന് പറയുന്നത് 2:16 എന്ന് വരും. ഈ 2:16 നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം, അല്ലെ? 2ന്റെ ടേബിളിൽ വരുന്നതാണല്ലോ. അപ്പം 1:, എത്ര എന്ന് വരും? 8 എന്നൊരു പ്രപ്പോർഷൻ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. 1:8. അപ്പം ഈ വാട്ടർ എന്ന് പറയുന്നത് അതിനകത്തെ ആ എലമെന്റ്സ് തങ്ങളിൽ, ഇപ്പൊ നമ്മള് കിണറിൽ നിന്ന് കോരുന്ന വെള്ളമാണെങ്കിൽ, ഇപ്പൊ നമ്മൾ തോട്ടിൽ നിന്ന് എടുത്താലും ആറ്റിൽ നിന്ന് എടുത്താലും എവിടെ നിന്ന് എടുത്താലും ഈ വാട്ടറിനകത്തെ ഹൈഡ്രജനും ഓക്സിജനും തങ്ങളിലുള്ള പ്രപ്പോർഷൻ എന്ത് തന്നെയാണ്? 1:8 തന്നെയാണ്. അതിന് യാതൊരു മാറ്റവും ഇല്ല. ഡെഫിനിറ്റ് ആണ് ആ ഒരു പ്രപ്പോർഷൻ എന്ന് അവർ എന്ത് ചെയ്തു? കണ്ടെത്തി. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് അടുത്തൊരെണ്ണം പറയുന്നുണ്ട്, അമോണിയ. ഓക്കെ, അമോണിയയുടെ ഫോർമുല എന്ന് പറയുന്നത് NH3 നമ്മൾ എന്താന്ന് പറയുന്നത്? അമോണിയ എന്ന് പറയുന്നത്. അപ്പൊ എത്ര നൈട്രജൻ ഉണ്ട്? ഈ ഫോർമുലയിൽ നിന്ന് നമ്മൾക്ക് അതിന്റെ എണ്ണം എന്ത് ചെയ്യാം? കണ്ടെത്താൻ പഠിക്കണം. അപ്പം ഇവിടെ വരുന്നതാണ് എന്ത്? എണ്ണം എന്ന് പറയുന്നത്. ഇവിടെ നൈട്രജന്റെ ഭാഗത്ത് ഒന്നുമില്ല, മീൻസ് ഒരെണ്ണം എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 ഹൈഡ്രജനും കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരു നൈട്രജന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് 14 ആണ്. ഓക്കെ, അപ്പം ഒരു ഹൈഡ്രജന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് 14. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3. അപ്പം ഒരെണ്ണത്തിന്റെ മാസ് 1. അപ്പം 3 എണ്ണം വന്നപ്പം 1 × 3 എത്ര കിട്ടും? 14:3. അപ്പൊ രണ്ടും ഒരുമിച്ച് വരുന്ന ടേബിൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവർ തങ്ങളുള്ള പ്രപ്പോർഷൻ എത്രയാണ്? 14:3 ആണ്. ഈ അമോണിയ എന്ന് പറയുന്നത് ഇനി ആര് പ്രിപ്പയർ ചെയ്തെടുത്താലും അതിനകത്തെ നൈട്രജനും ഹൈഡ്രജനും തങ്ങളിലുള്ള പ്രപ്പോർഷൻ എന്ന് പറയുന്നത് 14:3 തന്നെ ആയിരിക്കും. അപ്പം ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ അതിനകത്തെ എലമെന്റ്സ് തങ്ങളിൽ കൃത്യമായിട്ടൊരു പ്രപ്പോർഷൻ ഉണ്ട്. അതിന്റെ സോഴ്സ് എന്താണ്, അല്ലെങ്കിൽ ആരാണ് അത് മെയ്ഡ് ചെയ്തിരിക്കുന്നത് എന്നതൊന്നും ഒരിക്കലും ഒരു ഫാക്ടറായിട്ട് അതിന്റെ ആ പ്രപ്പോർഷനെ അഫക്റ്റ് ചെയ്യത്തേയില്ല. ആ എലമെന്റ്സ് തങ്ങളിൽ കൃത്യമായിട്ടൊരു പ്രപ്പോർഷൻ ഉണ്ട്, അതിന് യാതൊരു ചേഞ്ചും വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ ലോ ആണ് എന്ത്? ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ അല്ലെങ്കിൽ ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രപ്പോർഷൻ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇൻ എ കെമിക്കൽ സബ്സ്റ്റൻസ് ദ എലമെന്റ്സ് ആർ പ്രസന്റ് ഇൻ ഡെഫിനിറ്റ് പ്രപ്പോർഷൻ ബൈ ദെയർ മാസ്. ഓക്കെ, ബൈ ദെയർ മാസ്. സോ ഇൻ എ കെമിക്കൽ കോമ്പൗണ്ട്, ഒരു കെമിക്കൽ കോമ്പൗണ്ടിൽ അതിനകത്ത് എലമെന്റ്സ് പ്രസന്റ് ആയിരിക്കുന്നത് അവർ തങ്ങളിൽ കൃത്യമായിട്ടൊരു പ്രപ്പോർഷനോട് കൂടിയാണ്. എന്തിന്റെ പ്രപ്പോർഷനാണ്? ബൈ ദെയർ മാസ്. ആ എലമെന്റ്സിന്റെ മാസിന് കൃത്യമായിട്ടൊരു പ്രപ്പോർഷൻ ഉണ്ട് എന്ന നിയമമാണ് എന്ത്? ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ അല്ലെങ്കിൽ ലോ ഓഫ് ഡെഫിനിറ്റ് അതർവൈസ് കോൺസ്റ്റന്റ് പ്രപ്പോർഷൻ. രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പം കെമിക്കൽ സയൻസിന് ബേസിക് അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ നൽകിയ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷനിലെ 2 എണ്ണമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. മീൻസ് മാസ് എന്ന് പറയുന്നത് എന്താണ്? മാസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. മാസിനെ നമുക്ക് നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല. അത് റിയാക്ടന്റ് സൈഡിൽ എത്രയാണോ അതിന്റെ മാസ്, അത് തന്നെയായിരിക്കും എന്ത്? പ്രോഡക്റ്റ് സൈഡിലും ഉണ്ടാകുന്നത്. അല്ലാണ്ട് നമ്മളിപ്പോൾ 10 ഗ്രാമും 15 ഗ്രാമും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 25 ഗ്രാം തന്നെ അവിടെ കിട്ടണം. അതൊരിക്കലും എന്ത് ചെയ്യാൻ പോകുന്നില്ല? കുറയാൻ പോകുന്നില്ല. അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് നമ്മൾക്ക് പറഞ്ഞു തന്ന നിയമമാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത്. ഇനി
സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഒരു എലമെന്റ്സ് കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്നതാണ് എന്ത് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഈ കോമ്പൗണ്ട് തങ്ങളിൽ കൃത്യമായിട്ടൊരു പ്രപ്പോർഷൻ അവരുടെ മാസ് ആ കോമ്പൗണ്ടിനകത്തെ ഓരോ എലമെന്റ്സിനും അതിൻ്റെ മാസുമായിട്ട് കൃത്യമായിട്ടൊരു പ്രപ്പോർഷൻ ഉണ്ട്. ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നാണ് എന്ത് ഫോം ചെയ്യുന്നത്? വാട്ടർ ഫോം ചെയ്യുന്നത്. വാട്ടറിന്റെ ഫോമുല എന്ന് പറയുമ്പോൾ H2O എന്നതാണ് വാട്ടറിന്റെ ഫോമുല. ഈ വാട്ടറിനകത്തെ ഹൈഡ്രജനും ഓക്സിജനും തങ്ങളിൽ കമ്പൈൻ ചെയ്തിട്ട് ഫോം ചെയ്ത റേഷ്യോ എന്താണ്? 1:8. ഫോർ എക്സാമ്പിൾ ഈ 1:8 എന്ന് പറയുമ്പോൾ ടോട്ടൽ അതിന്റെ ഗ്രാം എത്ര കിട്ടും? 1:8. അപ്പം ടോട്ടൽ എന്ന് പറയുന്നത് 9 ഗ്രാം ആണ് അല്ലെ. ഈ 9 ഗ്രാം വാട്ടർ ഡീകമ്പോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 1 ഗ്രാം ഹൈഡ്രജനും 8 ഗ്രാം ഓക്സിജനും ആയിരിക്കും കിട്ടുന്നത്. ഇത് ഏതാണ് സോഴ്സ്, എന്താണ്, ആരാണ് അത് ഡെവലപ്പ് ചെയ്തെടുത്തത് എന്നതിലൊന്നും ഒരു മാറ്റമില്ല. എന്താണ്? ഇൻ എ കെമിക്കൽ സബ്സ്റ്റൻസ് the elements are present in proportion, definite proportion by their mass. ഒരു കോമ്പൗണ്ടിനകത്തെ എലമെന്റ്സ് അവരുടെ മാസുമായിട്ട് കൃത്യമായിട്ടൊരു പ്രപ്പോർഷൻ ഉണ്ട് എന്ന് പറഞ്ഞു തന്ന നിയമമാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ അല്ലെങ്കിൽ ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രപ്പോർഷൻ. അപ്പം ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യലേക്ക്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.